എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ദിവസം അങ്ങനെ പോകുന്നു. ഇന്ന് നമുക്ക് നോക്കാം പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കിയിട്ട് ഒരുപാട് നാളായല്ലേ. അപ്പോൾ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ, നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആയാലും നോ കോണ്ടാക്റ്റ് ആയാലും എന്ത് തന്നെ ആയാലും, ഇൻ റിലേഷൻഷിപ്പ്, തുറന്നു പറഞ്ഞിട്ടില്ലാത്ത സ്നേഹം, എന്ത് തന്നെ ആവട്ടെ, നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കാം എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അറിയാലോ എൻ്റെ രീതി, ഓരോ കാർഡ്സ് ഓരോ എനർജി ആയിരിക്കും. എങ്ങനെയാണ് കണക്റ്റ് ആവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക കേട്ടോ. കാരണം ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ മാത്രമേ നമ്മളത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിംഗ് അല്ലെങ്കിൽ യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഡിവൈൻ്റെ മനസ്സിൽ വിചാരിച്ചോളൂ, നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ. സിറ്റുവേഷൻ എന്ത് തന്നെ ആവട്ടെ, നോക്കാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്, അവർക്ക് വേണ്ടിയിട്ട്. അവർ ഇൻ കോണ്ടാക്റ്റ് ആവട്ടെ, നോ കോണ്ടാക്റ്റ് ആവട്ടെ, ഇൻ റിലേഷൻഷിപ്പ് ആവട്ടെ, അൺഡിസ്ക്ലോസ്ഡ് ലവ് ആവട്ടെ, സെപ്പറേഷനിലാവട്ടെ, എന്ത് സിറ്റുവേഷൻ തന്നെ ആവട്ടെ, എല്ലാ എനർജീസും തന്നെ ഇവിടെ കണക്ട് ചെയ്ത് വരൂ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അവർക്ക് വേണ്ടിയിട്ട്. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. Two of Wands, Knight of Cups, good. Ten of Cups, Two of Cups, good. കേസ് ബൈ കേസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. Ace of Cups, ഓക്കെ. Ace of Pentacles, Strength, Page of Wands, Ace of Swords. ഞാൻ കാർഡ് ഒന്നുകൂടെ നോക്കിയിട്ടാണ് പറയുന്നത്, വെളിച്ചം കുറച്ച് പ്രശ്നം. Ace of Wands, ഈ കാർഡിൽ കുറച്ച് റിഫ്ലക്ഷൻ വരും, ഒരു തിളക്കമുള്ള കാർഡായതുകൊണ്ട്. King of Pentacles, ശരി. Nine of Cups, ജസ്റ്റിസ് കാർഡ് വന്നിട്ട് ഒരുപാട് നാളായി. Clarify Two of Wands, clarify Two of Wands, clarify Two of Wands, Three of Wands, okay. Two of Wands and Three of Wands, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇത് ഓരോ കാർഡ് ഓരോരുത്തരുടെ ആയിരിക്കാം എനർജി. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ കാർഡ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആവും. ഏതൊക്കെ കാർഡ് ആർക്കൊക്കെ കണക്റ്റ് ആവുന്നോ, നിങ്ങളുടെ കേസ് ബൈ കേസ് സിനാറിയോ എന്താണോ, അവരവരുടെ സിറ്റുവേഷൻ അവരവർക്കറിയാം. അതെങ്ങനെ കണക്റ്റ് ആവുന്നോ അതുപോലെ മാത്രം എടുക്കുക കേട്ടോ. ആദ്യത്തെ കേസിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഏത് സൈഡിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ രണ്ട് സൈഡിൽ തന്നെ ഉണ്ടായിരിക്കാം. അവിടെ അവരെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ സ്നേഹമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്, നിങ്ങളെ ഓർക്കുന്നുമുണ്ട്. പക്ഷേ ഒരു ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരണം എന്ന് വിചാരിച്ചാൽ അവിടെ അവർക്ക് തടസ്സം ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം റെസ്പോൺസിബിലിറ്റീസ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവിടെ റെസ്പോൺസിബിലിറ്റി കളഞ്ഞിട്ട് എങ്ങനെ മുന്നോട്ട് വരും എന്നുള്ളൊരു ജഗ്ലിങ്, കൺഫ്യൂഷൻ അവരെ ആലോചനയിൽ അഴുത്തുന്നതായിട്ട് കാണുന്നു കേട്ടോ. വെയിറ്റിംഗ് പീരീഡാണ് അവിടെ നിന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് കേസിൽ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചു, നിങ്ങളൊരു ടെമ്പററി സെപ്പറേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പോയിരിക്കാം. ഓക്കെ, എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അവർ ആ ബ്ലോക്കേജ് മാറ്റി ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യം തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. വരാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, 10 of Cups വെച്ചിട്ട് ചിലർക്ക് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയാണ് കേട്ടോ. ഫാമിലി, കുട്ടികളുണ്ടായിരിക്കാം, അച്ഛനമ്മ, വൈഫ്, അല്ലെങ്കിൽ ഹസ്ബൻഡ്, അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കാം. അവിടെ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് തേർഡ് സിനാറിയോ ആണ്.
ഞാൻ പറഞ്ഞു ഓരോ കാർഡ് ഓരോരുത്തർക്കായിരിക്കും റെസനേറ്റ് ആവുന്നത്. അവരവരുടെ സിറ്റുവേഷൻ എന്താണോ അതുപോലെ മനസ്സിലാക്കുക. ഓക്കെ. രാശികൾ ഞാൻ പറയാത്തത് ഇങ്ങനെ നമ്മൾ കാർഡ്സ് എടുക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ രാശി മാത്രം പറഞ്ഞാൽ അത് ഒരു കൺഫ്യൂഷനിൽ കലാശിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. കാരണം എല്ലാ രാശിക്കാരും ഒരേപോലെ ചിന്തിക്കുന്നവരായിരിക്കില്ല അല്ലേ. സിറ്റുവേഷൻസ് ആണ് അവിടെ നമ്മളെ നയിക്കുന്നത്. അപ്പോൾ അവിടെ സിറ്റുവേഷൻ മാത്രം എടുത്താൽ മതി. ചിലർക്കെങ്കിലും അവരുടെ ഫാമിലിക്ക് പ്രയോറിറ്റി വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. 2 ഓഫ് കപ്സ്. മറ്റു ചിലർ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട്. റീയൂണിയനായിട്ട് അവർ വരികയും ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. വളരെ സ്നേഹത്തോടെ, പരസ്പര സ്നേഹമാണ്, അവർക്കതറിയാം. എത്ര അവിടെ തേർഡ് പാർട്ടി, ഫോർത്ത് പാർട്ടി, ഫാമിലി എന്ത് തന്നെ തടസ്സമായിട്ടുണ്ടെങ്കിലും അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, നിങ്ങൾ തമ്മിൽ കാണണം, സംസാരിക്കണം, അടുത്ത് കണ്ട് സംസാരിക്കണം എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഏസ് ഓഫ് കപ്സ് വെച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സ്നേഹം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ വന്ന് നിങ്ങളുടെ അടുത്ത് ആ സ്നേഹം പറയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അല്ല നിങ്ങൾ ഓൾറെഡി ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പൂർവാധികം സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്ത് പെരുമാറും. ചെറിയ പിണക്കമൊക്കെ ആണെങ്കിൽ ആ പിണക്കമൊക്കെ മാറ്റി അവർ നിങ്ങളുടെ അടുത്ത് റീയൂണിയനോ വേണ്ടിയിട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത് കേട്ടോ. ആ സ്നേഹം വെച്ച് വളരെ സ്നേഹത്തോടെ ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാനോ, ചിലപ്പോൾ ഒരു ചോക്ലേറ്റൊക്കെ ആയിരിക്കാം, പക്ഷേ ആ ഒരു നിങ്ങളെ കാണാൻ വരുമ്പോൾ ഒരു ഗിഫ്റ്റൊക്കെ തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ച് അങ്ങനെ നിങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടും തമ്മിൽ കാണുന്നതായിട്ടും ഒന്നിച്ചൊരു കോഫി കുടിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടൈം സ്പെൻഡിങ്, ഒരു സംസാരം, ഒരു ഹാപ്പി മൊമെൻറ്റ്സ് അങ്ങനെയൊക്കെ കാണുന്നു. ഓക്കെ. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് എന്തോ ഒരു പുതിയ തുടക്കം അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതും അടുത്തൊരു കേസ് സിനാറിയോ ആയിരിക്കണം. അവിടെ നിങ്ങൾ ഇൻ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങളുമായൊരു ജീവിതം തുടങ്ങാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രപ്പോസൽ ആയിരിക്കാം, ഒരു വിവാഹം തന്നെ, ഒരു വിവാഹ നിശ്ചയമായിരിക്കാം. ഓക്കെ. നിങ്ങളുമായിട്ട് ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതായിട്ട് അവിടെ കാണുന്നവരുടെ നെക്സ്റ്റ് ആക്ഷനിൽ ഒരു പ്രപ്പോസലോ ഒരു കല്യാണ നിശ്ചയമോ അങ്ങനെയൊക്കെ ആയിരിക്കാം കേട്ടോ. മറ്റു ചിലർ അത് എസ്പെഷ്യലി ഒരു ഫാമിലി, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളവർ കുറച്ച് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരും അവിടെ കാണുന്നുണ്ട് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളുക. അതല്ല നിങ്ങളെ പിണക്കിയിട്ടുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ തമ്മിൽ വഴക്കിട്ടു, അവർ ബ്ലോക്ക് ചെയ്ത് പോയി, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കാം, നിങ്ങൾ വഴക്കിട്ടതായിരിക്കും, നിങ്ങളവരെ ട്രിഗർ ചെയ്ത് കാണും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർ ഓക്കെ ആലോചിച്ച് കുഴപ്പമില്ല, ക്ഷമിച്ചേക്കാം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ക്ഷമ ചോദിച്ചേക്കാം, അല്ലെങ്കിൽ നിങ്ങളോട് ക്ഷമിച്ചേക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. മുന്നോട്ട് വരാം, പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന് ചിന്തിക്കുന്നുമുണ്ട് ചിലർ. ഓക്കെ. പേജ് ഓഫ് ഫോൺസ് വെച്ച് നിങ്ങൾ ഒരുപാട് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ നിങ്ങളെ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ ഇവർ വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റ ആവട്ടെ, അല്ല ഇപ്പോൾ വാട്സാപ്പിലാണ് അപ്ഡേറ്റ്സ് ആണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ DP നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, നിങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, മറ്റുള്ളവർ ത്രൂ നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാ പരിപാടികളും നിങ്ങളുടെ പേഴ്സൺ ശ്രമിക്കുകയും ചെയ്യും, ഇപ്പം ശ്രമിക്കുന്നുമുണ്ട് കേട്ടോ. ഏസ് ഓഫ് സ്വാർട്സ് വെച്ച് നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ഇവരകറ്റ് നിർത്തിയിരിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് കറക്റ്റായിട്ടൊരു റിയലൈസേഷൻ കിട്ടും, സത്യം ബോധ്യപ്പെടും അവർക്ക്. നിങ്ങളെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ മൂലമൊക്കെ ഇവർ പിരിഞ്ഞിരിക്കുകയാണ്, കൺഫ്യൂഷൻസ് മൂലം ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ജഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് റിയലൈസേഷൻ വരുന്നതായിട്ടും അവർ ഉറച്ചൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നതായിട്ടും തന്നെയാണ് കാണുന്നത് കേട്ടോ. ഏസ് ഓഫ് വോൺസ് വെച്ച് പലർക്കും ഒരു റൊമാൻറ്റിക് ബിഗിനിങ് വരുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതായിട്ട്, അതൊരു റൊമാൻറ്റിക് പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ ആയിരിക്കാം. നിങ്ങൾ മൊത്തമൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട്. 3 ഏജിൻ്റെ കാർഡ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏജ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് ആണ് നമുക്ക്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി വളരെ മനോഹരമായി തന്നെ
ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരും എന്ന് തന്നെ കാണുന്നു. അവിടെ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സഹായവുമായിട്ട് മുന്നിട്ട് വരുന്നതായിട്ട് കാണുന്നു. കാരണം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവരുടെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിൽ ഈക്വലായിട്ട് നിങ്ങളെ സഹായിക്കാൻ വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് അവർ നിങ്ങളുടെ അടുത്ത് പറയും നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന്. അവർക്ക് ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളും കൂടി അവരുടെ ലൈഫിൽ വന്നാലേ അവർക്ക് ആ ഒരു പൂർണ്ണത കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെന്നും അവരുടെ കൂടെ വേണം, നിങ്ങൾ ഒരിക്കലും അവരെ വിട്ടു പോകരുത് എന്നുള്ളൊരു കൺഫെഷൻ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും കേട്ടോ. മറ്റു ചിലർ ഒരു കേസിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവരുടെ സ്പൗസുമായിട്ടുള്ള സെപ്പറേഷൻ കേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഗൽ കേസ് അവിടെ അതിൻ്റെ വിധിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതൊരു വെയിറ്റിംഗ് പീരീഡ് തന്നെയാണ്. അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കേസ് ബൈ കേസ് എടുത്തോളാം. ഏത് ആർക്ക് റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് കേസൊന്നും ഇല്ല, ഞാൻ നിങ്ങളുടെ എനർജി അല്ല, അത്രേ ഉള്ളൂ. ഓക്കെ, some more cards, Divine. Give me some more cards. Please give me some more cards. Queen of Wands. Very good. King of Wands. Nice. Queen of Cups. Chariot. Seven of Pentacles. King of Cups. Nice. Empress, last card. Queen of Wandsum King of Wandsum നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കാം കേട്ടോ. നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം ഒരുപാട് ബഹുമാനവും സ്നേഹവും അട്രാക്ഷനും എല്ലാം കാത്തു സൂക്ഷിക്കുന്നവരാണ്. വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയിരിക്കുക കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ്, നിങ്ങളും അതെ, തിരിച്ചും അതെ. നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു കപ്പിളായി മാറുന്നതായിട്ട്, ഒന്നുകിൽ ഇതൊരു പ്രപ്പോസൽ ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പിലേക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഓൾറെഡി ആണെങ്കിൽ അത് ഒരു പടി മുന്നോട്ട് കൊണ്ടുപോയി ഒരു ഫാമിലി നിങ്ങൾ ഫോം ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നു. കാരണം കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഫിസിക്കൽ അട്രാക്ഷനും കൂടിയുള്ള ആൾക്കാരാണ്. ഓക്കെ, പരസ്പരം തീർച്ചയായും ഒരു സ്പൗസിൻ്റെ എനർജിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. പരസ്പരം വിവാഹിതരാവുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ ഒരു പക്ഷേ പ്രോപ്പറായിട്ട് ഒരു വിവാഹാലോചനയൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരിക്കും. ഓക്കെ, വീണ്ടും അവിടെ ക്വീൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നു. അതും ഒരു കപ്പിള് തന്നെയാണ് അല്ലേ. ഇമോഷണലി വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഓക്കെ, അവിടെ പക്ഷേ അത് കുറച്ച് ഒരു സ്ലോ പ്രപ്പോസൽ ആയിരിക്കും. കാരണം കിങ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ട് ആൾ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് അനങ്ങാതിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇമോഷണൽ കണക്ഷൻ അവർ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് പറയും. നിങ്ങൾ വിവാഹത്തിലേക്ക് അറ്റ് പ്രസൻറ്റ് എത്തുന്നില്ലെങ്കിലും അവിടെ ഭയങ്കരമായിട്ടൊരു ഇമോഷണൽ ബോണ്ട് ഫോം ആവുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ കേസിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തുറന്ന് പറയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. മറ്റു ചിലർ എന്താ പറയുക, ജോലിയിൽ ശ്രദ്ധിച്ച്, കാരണം അവർക്ക് ഫൈനാൻസസ് ആണ് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. ഈ കൂട്ടർ റിലേഷൻഷിപ്പിനെ ഒന്ന് സൈഡ് ലൈൻ ചെയ്തിട്ട് ജോലി ആവട്ടെ, ജോലിയിൽ ആദ്യം ശ്രദ്ധിക്കട്ടെ, ഞാൻ എൻ്റെ കാര്യം സ്റ്റേബിൾ ആക്കട്ടെ, അതിനുശേഷം റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിക്കാം എന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ അവർ ആ കുറച്ച് ആൾക്കാരെ അവരുടെ ജോലിയിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ വെയിറ്റിംഗ് പീരീഡിൽ ഇരുത്തുന്നതായിട്ടും കാണുന്നു കേട്ടോ. ഫൈനലി ചാരിയറ്റ് പറയുമ്പോൾ എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞോളൂ, ആണ് എന്നല്ല. അവിടെ ഒരു ഉറച്ച തീരുമാനവുമായിട്ട് ഇവർ ഒരു പക്ഷേ ലീവിനൊക്കെ വരുന്നതായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നു. വരുന്ന സമയത്ത് വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടാണ് ഇവർ വരുന്നത് നിങ്ങളെ കാണാൻ എന്നും കാണുന്നു. ഓക്കെ, അപ്പോൾ
ഇനി എടുക്കണോ? കാർഡ്സ് എടുക്കണോ? നല്ല രസമായിട്ട് വരുന്നുണ്ട്. അല്ല വേണമെങ്കിൽ ഒരു 3 കാർഡ് ഇവിടെ എടുക്കാം. ലാസ്റ്റ് കാർഡ് ഞാൻ പറഞ്ഞു എംപ്രസ്. ആ കാർഡ് അവിടെ ഇരിക്കട്ടെ. ബാക്കി ഒരു 3-4 കാർഡ് കൂടെ എടുത്തിട്ട് എംപ്രസ് ലാസ്റ്റിൽ പറയാം. ലാസ്റ്റ് കാർഡെന്ന് പറഞ്ഞത് കൊണ്ട് കേട്ടോ. പേജ് ഓഫ് സോർട്സ്. നിങ്ങളുടെ പേഴ്സൺ ഒരു വിദ്യാർത്ഥിയൊക്കെ ആണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ആക്ടിവിറ്റീസ് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവിടെ ഇൻ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർ എന്താ പറയുക, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസൊക്കെ തന്നെ നിങ്ങളുടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, കമ്മ്യൂണിക്കേഷനിൽ വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. 3 ഓഫ് കപ്സ്. സുഹൃത്തുക്കളുടെ ഇടയിൽ വെച്ച് ഒരു റീയൂണിയൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, മറ്റു ചിലരുണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ, മറ്റു ചിലർ കൂടെ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഫ്രണ്ട്ലി സംസാരമായിരിക്കും കേട്ടോ. ഒരു റൊമാൻറ്റിക് ടോക്കല്ല അവിടെ വരുന്നത്. നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കും, പക്ഷേ അതൊരു എന്താ പറയുക, ഫ്രണ്ട്ലി, വളരെ കോർഡിയലായിട്ടുള്ളൊരു സംസാരമായിട്ട് ആണ് കാണുന്നത് കേട്ടോ. ഹാൻഡ് മാൻ. മറ്റു ചിലർ അവരുടെ എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും ആ സിറ്റുവേഷനിൽ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. എങ്ങനെ മുന്നോട്ട് പോകണം, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, അവിടെ എങ്ങനെയാണ് അത് മുന്നോട്ട് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ് അതിൻ്റെ തൊട്ട് താഴെ വന്നത്. അതുകൊണ്ട് തന്നെ ഫൈനാൻസ് റിലേറ്റഡ് ബുദ്ധിമുട്ടുകളുള്ളവരും ഉണ്ടായിരിക്കും. അവിടെയും അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, കേസ് ബൈ കേസ് നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആയത് അത് മാത്രം എടുക്കുക കേട്ടോ. എല്ലാം അതങ്ങനെ പറഞ്ഞു ഇതിങ്ങനെ വീണ്ടും തിരിച്ചു പറഞ്ഞു അങ്ങനെയല്ല. ഓരോ കാർഡ് ഓരോരുത്തർക്കാണ് റെസനേറ്റ് ആവുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ കാർഡ്സ് റെസനേറ്റ് ആകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതൊക്കെ റെസനേറ്റ് ആയോ അത് മാത്രം എടുക്കുക. ബാക്കി മറ്റുള്ളവരുടെ എനർജി ആയിരിക്കും എന്ന് കരുതി അങ്ങ് വിട്ട് കളയുക കേട്ടോ. എംപ്രസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെ ഹൈ ലെവലിലാണ് അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. അവർ തീർച്ചയായും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ, നിങ്ങൾക്കൊരു ഫാമിലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഉറച്ച തീരുമാനവുമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവരുടെ മക്കളുടെ അച്ഛനമ്മ സ്ഥാനത്ത് അവർ നിങ്ങളെയാണ് കാണുന്നത് കേട്ടോ. വളരെ ഹൈ ലെവലിലാണ് അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, അവിടെ തീർച്ചയായും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി കിട്ടുന്നതായിട്ട് തന്നെ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ, എക്സ്പെക്റ്റഡ് നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. കൂടുതലായിട്ടും ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ ഒരു നെഗറ്റീവ് കാർഡ് വന്നിട്ടുള്ളവർക്ക് ദയവായി പോസിറ്റിവിറ്റി കീപ്പ് ചെയ്യുക. ഡിവൈൻ വിചാരിച്ചാൽ കാര്യങ്ങൾ മാറി മറിയാൻ 5 മിനിറ്റ് പോലും വേണ്ട അല്ലേ. അങ്ങനെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. എല്ലാവരുടെയും തീരുമാനത്തിന് മേലെ ഡിവൈൻ്റെ തീരുമാനമുണ്ട് അല്ലേ. നമ്മളാരുമല്ല ഇതൊന്നും തീരുമാനിക്കാൻ, ഡിവൈനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ തീരുമാനം പോലെ കാര്യങ്ങൾ വരുള്ളൂ അല്ലേ. അപ്പോൾ ഓവർ സ്ട്രെസ് ആവണ്ട, എല്ലാം നല്ലതായി വരുമെന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തു തരണേ. അതേപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ ദയവായി കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.